ഒരുപക്ഷെ കേരളം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം കേരള സ്റ്റോറി പാർട്ട് 2 ആണ്. അതിന്റെ ടീസർ പുറത്തിറങ്ങി കഴിഞ്ഞു. തീർച്ചയായും ഒരു മലയാളിക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന പ്രമേയമല്ല അതിലുള്ളത്. പക്ഷെ നമ്മൾ ഓർക്കണം, പൊറോട്ടയും ബീഫും ഒക്കെ മലയാളിക്ക് വളരെ പ്രിയകരമാണ്. പക്ഷെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും പ്യൂർ വെജിറ്റേറിയനായ ആൾക്കാരുണ്ട്. അത് അവരുടെ ഇഷ്ടം, നമ്മളതിലേക്ക് കൈകടത്തുന്നില്ല. പക്ഷേ ഈ സിനിമയിലെ പ്രമേയത്തെ അനുകൂലിക്കാൻ കേരളത്തിലെ BJPക്ക് പോലും കഴിയുകയില്ല. കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ കാണണ്ട. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരുടെ അവകാശം. അതാണ്. ഇത് തന്നെയല്ലേ മലയാളി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇഷ്ടമുള്ളവർ കാണട്ടെ. പക്ഷെ ആ മാനദണ്ഡം എല്ലാ സിനിമയ്ക്കും എല്ലാ കാലത്തും ഉണ്ടാവേണ്ടതല്ലേ? എമ്പുരാൻ എന്തായിരുന്നു കുഴപ്പം? വേണ്ട, ജാനകി എന്ന പേര് പോലും നിരോധിക്കപ്പെട്ടു, വിമർശിക്കപ്പെട്ടു, മാറണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ഇതിന്റെ പേരാണ് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ്. അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ചിലരുടെയൊക്കെ ഹിഡൻ അജണ്ടയുടെ, ആരുടെയൊക്കെയോ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അഥവാ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതിനെ അങ്ങനെ തന്നെ കാണുക. പക്ഷെ ഏതാണെങ്കിലും മലയാളികൾ ഈ സിനിമയെ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, 1% പോലും. താങ്ക് യു.